എവരിവൺ, ഇത്ര സങ്കടത്തിൽ കാണിക്കുന്ന വേറൊന്നുമല്ല, എൻ്റെ വാച്ച് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ തറയിൽ വീണ് പൊട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊട്ടിയിരുന്നാലും എനിക്ക് സങ്കടം വരില്ലായിരുന്നു, പക്ഷേ ഇത് ഫുള്ളായിട്ട് പൊട്ടി. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ധൃതി പിടിച്ചോണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീണ് പൊട്ടി. ഞാനിത്ര ധൃതി പിടിച്ച് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ, അമ്മ ഇവിടെ കൊച്ചിയിൽ വരുന്നുണ്ട്, അപ്പം അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ ബാഗ് നിറയെ ഞാൻ ഒരാഴ്ച ഇട്ട ഡ്രസ്സാണ്. ഇതെല്ലാം ഞാൻ വല്യമ്മേരോടെ കൊണ്ടുപോയിട്ട് അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, അപ്പം എനിക്ക് പാടുമില്ല, അതിനകത്ത് എടുത്ത് ഇട്ടാലും മതി. അതുകൊണ്ടാണ് ഞാൻ വല്യമ്മേരോടെ ഇത് കൊണ്ടുവന്നത്. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ മെട്രോ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു 15 ദിവസമായിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന് വന്നിട്ട്, പക്ഷെ ഞാൻ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മെട്രോയിലാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ടൗൺ ഹാളിൽ ഇറങ്ങി. അമ്മ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരാമെന്നാണ് പറഞ്ഞത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടുന്നു. എൻ്റെ ക്യൂരിയോസിറ്റി കാരണം ഞാൻ കുറച്ച് നേരം നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലിഫ്റ്റ് വന്നിട്ടുണ്ട്, ലിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ആയിരിക്കും എന്ന്. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴും അമ്മ വിളിച്ചത് 10 മിനിറ്റിനകം എത്തുമെന്ന്. പിന്നെ ഞാനൊരു ഓട്ടോ ആയിരുന്നു. അങ്ങനെ ഞാൻ വേഗം നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ എത്തണമെന്നായിരുന്നു എനിക്കൊരാഗ്രഹം, പക്ഷെ അമ്മ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്, ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് ഞാൻ മടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടെ ചൂടത്തൊരു മസാല ദോശ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം കഴിച്ചിറങ്ങിയതിനു ശേഷം ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിൽ പോയി തുണിയൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ലുല്ലു പോയി കുറച്ച് സാധനം വാങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിച്ച്. അവിടെ എത്തിയപ്പോഴും അവക്കാടോ റൈപ്പ് ആവുന്ന ഒരു മെഷീൻ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ വാങ്ങി ഞാനും അമ്മ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ.